സ്നേഹത്തിൻ്റെ രൂപമായ ഒരു ടീച്ചറെ കുറിച്ചാണ്. മുണ്ടക്കയിലെ കുട്ടികൾക്കൊപ്പം സൈക്കിളൊക്കെ ചവിട്ടി ആ കുട്ടികളുടെ ഒപ്പമായി നിന്നൊരു ടീച്ചറെ, ഞങ്ങൾക്ക് ആ ടീച്ചറെ വീണ്ടും തരണമേ എന്ന അവരുടെ അഭ്യർത്ഥന അത് കൃത്യമായ വേഗത്തിൽ ഉത്തരവിറങ്ങുന്നു. ആ കുട്ടികൾക്കരികിലേക്ക് പ്രിയപ്പെട്ട ശാലിനി ടീച്ചർ ഇതാ ഓടിയെത്തുന്നു. ആ കാഴ്ചകളാണ്. പിള്ളേരോടെ ഞാൻ മിക്കവാറും സ്കൂളിൽ നിന്ന് വൈകി ഇറങ്ങുന്നു. അപ്പോൾ ഇവരുടെ വണ്ടി വൈകി വരുന്നത് കൊണ്ട് ഇവരുമായിട്ട് അങ്ങനെ വർത്താനം പറഞ്ഞൊക്കെ മിക്കലുണ്ടായിരുന്നു. ഇനി കാണാം കേട്ടോ, എപ്പോഴെങ്കിലും എടുത്തു വരാം. ടീച്ചർ വരും കേട്ടോ. ഇപ്പം നമ്മുടെ ടീച്ചർ അവിടെ പോകണം. അവിടുത്തെ കുട്ടികളൊക്കെ ആകെ സങ്കടത്തിലല്ലേ. അപ്പോൾ അവർ വരുമോ എന്ന് ചോദിക്കുമ്പം ടീച്ചർക്ക് പോകാനും ആഗ്രഹമുണ്ട്. ഇപ്പം ഇവിടെ ഉണ്ടായിരിക്കുന്നത് തന്നെയാണ് കൂടുതൽ സന്തോഷം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ടീച്ചറേ ടീച്ചറേ എന്ന വിളി കേട്ടാൽ പോരെ അല്ലേ കമലേട്ട? വൈകിട്ട് ശാലിനി ടീച്ചർ നമുക്കൊപ്പം കുറച്ചു നേരം തത്സമയം ഇരിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഞാൻ ടീച്ചറോട് പറഞ്ഞു, ഇതിൽ കൂടുതൽ എന്താണ് ഒരു ടീച്ചർക്ക് നേടാനുള്ള ഒരു സൗഭാഗ്യവും സന്തോഷവും അല്ലേ ഈ സ്നേഹത്തിനപ്പുറത്തേക്ക്? അത് സത്യമാണ് ദിവിഷ്. ഇതിലപ്പുറം ഒരു ടീച്ചർക്ക് എന്താണ് ലഭിക്കേണ്ടത്? ആദ്യത്തെ ആ സ്റ്റോറി, നമ്മൾ ആ യൂണിഫോം ഇട്ട് സൈക്കിൾ ചവിട്ടുന്ന സ്റ്റോറി ചെയ്തപ്പോൾ തന്നെ നമ്മളൊക്കെ അത് ഇങ്ങനെ കണ്ടത് കുറച്ചൊരു അസൂയോടെ. നമ്മുടെ കാലത്തൊന്നും ഒരുപക്ഷെ അധ്യാപകരോട് ഇങ്ങനെ ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷേ വളരെ സ്നേഹത്തോടെ നമ്മളൊക്കെ കണ്ടതാണ് ആ കുട്ടികളും ടീച്ചറും തമ്മിലുള്ള ഒരു ആത്മബന്ധം. ഇന്നലെ ഞങ്ങൾ ആദ്യം മീനങ്ങാടി സ്കൂളിൽ പോയി. അവിടെ നിന്ന് ടീച്ചറെ, അവിടുത്തെ ടീച്ചേഴ്സ് അവിടുത്തെ കുട്ടികളോടൊക്കെ യാത്ര പറഞ്ഞ് സ്കൂൾ ബസ്സിലാണ് ഈ മേപ്പാടി, ഇപ്പോൾ മുണ്ടക്കൈ LP സ്കൂൾ പ്രവർത്തിക്കുന്നത് മേപ്പാടി പഞ്ചായത്തിൻ്റെ കമ്മ്യൂണിറ്റി ഹാളിലാണ്. അവിടേക്കാണ് ടീച്ചർ എത്തിയത്. അവിടെ എത്തിയപ്പോൾ ഉള്ള സീനാണ് നമ്മൾ ആ സ്റ്റോറിയിൽ കണ്ടത്. എനിക്കത് നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് അത്ര അത് ഫീൽ ചെയ്തില്ല. എന്നിട്ട് നമ്മൾ കണ്ടു, സന്തോഷത്തോടെ കണ്ടു നിന്നു. പക്ഷേ ഷമീർ രാത്രി സ്റ്റോറി എഡിറ്റ് ചെയ്ത് എനിക്ക് അയച്ച് ഞാനത് പ്ലേ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പെട്ടെന്ന് കരച്ചിൽ വന്നു. എന്താണെന്നറിയില്ല, ആ ഒരു സ്നേഹം കണ്ടപ്പോൾ. നമ്മൾ ആ ദുരന്തമൊക്കെ കടന്ന് ആ സ്കൂളിന്റെ മുറ്റത്തൊക്കെ പോയി ലൈവൊക്കെ ചെയ്ത് വന്നുകൊണ്ടായിരിക്കണം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ദിവിഷ് പറഞ്ഞതുപോലെ ഒരു അധ്യാപികയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ എന്തു വേണം? ആ ടീച്ചറെ എന്നുള്ള വിളിയും ഓടി വന്നുള്ള കെട്ടിപ്പിടുത്തമൊക്കെ പോരെ? തീർച്ചയായും ആ ടീച്ചർക്ക് ആ വിളികൾ വിളിക്കാനും കേൾക്കാനും ആ ടീച്ചർ എന്നും ആ കുട്ടികൾക്കൊപ്പം ഉണ്ടാകട്ടെ. അവരെയും എത്രയും വേഗം സന്തോഷത്തിൻ്റെ നിമിഷങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ. അപ്പോൾ ശാലിനി ടീച്ചർക്കും ആ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ഒരുപാട് സ്നേഹവും നന്ദിയും സ്നേഹവും ആശംസയും ഒക്കെ അറിയിക്കുകയാണ്. ശരി കമലേട്ട, കാണാം.